ആരൊക്കെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഷാനവാസുമായിട്ടും അനുമോളുമായിട്ടുമുള്ള കൂട്ടുകെട്ട് കൊണ്ട് ആദിലയ്ക്കും നൂറയ്ക്കും ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു ഘട്ടത്തിലും ദോഷമുണ്ടായിട്ടുമില്ല. എന്തിന്, അനീഷ് പോലും ഷാനവാസുമായിട്ട് കൂട്ടുകൂടിയത് അനീഷിന് ഗുണമേ ചെയ്തിട്ടുള്ളൂ. ഇവരോടൊക്കെ കൂട്ടുകൂടുന്നതിന് മുമ്പ് ഷാനവാസിന് വളരെ നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്നതാണ്. കൂട്ടുകൂടിയതോട് കൂടിയിട്ട് ആ ഫാൻ ബേസ് പലപ്പോഴായി സ്പ്ലിറ്റായി പോകുന്നതും കണ്ടതാണ് നമ്മൾ. ഇന്ന് ഷാനവാസ് അനുമോളടുത്തൊക്കെ പോയിരുന്ന് പറയുന്നുണ്ട്, എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു, എന്നെ ഓർത്ത് എനിക്ക് വിഷമായി പോയി. ഞാൻ ഇന്നലെ വിളിച്ച് ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഇവിടെ തന്നെ തീർന്നു പോകട്ടെ എന്ന് കരുതി എല്ലാവരോടും സംസാരിച്ചതാണ്, നിങ്ങളെ വിളിച്ചിരുത്തി സംസാരിച്ച് സോൾവ് ചെയ്തതാണ്. എനിക്ക് പോലും ഒരു വില തരാതെ ഇന്ന് അവൾ വീണ്ടും നിന്നെ പറഞ്ഞതിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു, നീ ഒന്നും മനസ്സിൽ വെക്കേണ്ട എന്ന് അനുമോളടുത്ത് പറയേണ്ടി വന്നു ഷാനവാസിനും. ആദിലെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, കാരണം ഇത്രയും നല്ല പോസിറ്റീവായിട്ട് നിന്ന രണ്ട് കണ്ടസ്റ്റൻസ് പഠിക്കൽ കലമിട്ടുടച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ കുറേ പി ആറുകൾ വന്നിട്ട് ചിലപ്പോൾ അതിലേക്ക് ജയ് വിളിക്കുമായിരിക്കും, കാരണം മറ്റ് കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും പി ആർ ഉണ്ട് അവിടെ. അപ്പോൾ അത് നമ്മൾ കാണുന്നതുമാണ്. പി ആർ ഇല്ലെന്ന് പറഞ്ഞു വന്നാൽ ഒരു 1000 സ്ക്രീൻഷോട്ടുകളും ഈ പറയുന്ന ഇവരുടെയൊക്കെ കമൻറ്റുകളും ഒക്കെ നമ്മുടെ കിടപ്പുണ്ട്. ആയിരക്കണക്കിനെണ്ണം എടുത്ത് കാണിക്കാം പി ആർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. എല്ലാത്തിനും പി ആർ ഉണ്ട്. സോ ആ പി ആറുകൾ വന്ന് ഇപ്പോൾ അനുമോൾ ഒരു സ്ട്രോങ് ഒരു കോമ്പറ്റേറ്റർ ആയതുകൊണ്ട് അനുമോളെ തകർക്കാൻ ബിഗ് ബോസ് വീടിന് പുറത്ത് പി ആറുകൾ ആദിലെ ഉപയോഗിക്കും, അകത്ത് കണ്ടസ്റ്റൻസ് ആദിലെ ഉപയോഗിച്ചതുപോലെ. അതുണ്ട് എന്നുള്ളതിനപ്പുറം ജെന്യുവിൻ ഓഡിയൻസിന്റെ മനസ്സിൽ ആദിലേക്ക് അല്ലെങ്കിൽ നൂറയ്ക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്നേഹം, ഇവൻ ആദിലയുടെ ഈ പ്രവർത്തികൾ നൂറയെ പോലും ബാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആദില ഇന്ന് കാണിച്ചത് വളരെ മോശമായി പോയി. ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ച് അനുമോള് ഹഗ്ഗും ചെയ്ത് പോയതാണ്. ഇന്ന് വീണ്ടും വന്ന് നിന്ന് കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആർക്കും ചെയ്യാം. ഇതൊന്നും വലിയ മാസൊന്നുമല്ല. മനസ്സിലായ? ഈ ഷോ കാണാത്ത ഊളകൾ വന്നിരുന്ന് പറയുന്നതിനോടൊന്നും എനിക്കൊന്നും പറയാനില്ല. 24/7 കണ്ടിട്ടുള്ള ഓഡിയൻസിന് അറിയാം, ഒരു ഘട്ടത്തിലും അനുമോള് ഈ പറയുന്ന രണ്ട് പിള്ളേരെയും എവിടെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടില്ല എന്ന്. എപ്പിസോഡിന്റെ അറ്റവും മൂലയും കാണുന്നവരും എപ്പിസോഡ് മാത്രം കാണുന്നവരും അല്ലെങ്കിൽ റീൽസ് മാത്രം കാണുന്നവരും വന്നിരുന്നും കൊണ്ട് അങ്ങ് പുരോഗമനം തള്ളി മറിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അത് നിങ്ങൾ തള്ളിക്കോ ഒരു സൈഡിൽ കൂടി. ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസിന് അറിയാം എന്താണ് ഈ ഷോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ ആദിലയുടെയും നൂറയുടെയും ഭാഗത്ത് ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ സൗഹൃദത്തിൽ, പ്രത്യേകിച്ച് ആദില സൗഹൃദത്തിൽ കാണിക്കേണ്ട സത്യസന്ധത കാണിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവും. നമ്മൾ സുഹൃത്തുക്കളായിട്ടിരിക്കുമ്പോൾ എന്തെല്ലാം രഹസ്യങ്ങളൊക്കെ പറയും, എന്തെല്ലാം കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നാണക്കേട് തോന്നുന്ന, വെളിയിൽ നാലാൾ കേട്ടാൽ നമ്മളെ ചിലപ്പോൾ തെറി പറയും. അങ്ങനെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും നമ്മൾ സുഹൃത്തുക്കളുടെ അടുത്ത് പറയും. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ നാളെ ഞാനും ആ സുഹൃത്തും തമ്മിൽ പിണങ്ങിയ ഉടനെ തന്നെ ഞാൻ വന്നിട്ട് അത് വിളിച്ച് നാട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? ഞാൻ കൂടുതലൊന്നും അതുകൊണ്ട് പറയുന്നില്ല.